KCA കോച്ചിനെതിരായ പീഡന പരാതിയിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യം KCA വിശദീകരിക്കണമെന്നും നോട്ടീസ്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്? ഈ വിഷയത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്നൊരു ഇടപെടലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടില്ല. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന, അതായത് കേരളത്തിൽ ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന ഒട്ടനവധി പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ ഒരു കോച്ച് തന്നെ പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അത് ആദ്യഘട്ടത്തിലൊരു ഒരു കേസ് വരുന്നു. പിന്നീട് ആ കേസ് ഒത്തുതീർപ്പാകുന്നു, അല്ലെങ്കിൽ കാര്യമായ നടപടികളില്ലാതെ പോകുന്നു. അതിനുശേഷം അത് വീണ്ടും ഒരു വിവാദമാകുന്നു. അത് സംബന്ധിച്ച് ഒട്ടനവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് 10 കൊല്ലത്തോളമായി അയാൾ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥലം, തെങ്കാശിയിലടക്കം കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നുള്ള പരാതികൾ വരുന്നത്, തുടരെ പെൺകുട്ടികൾ പരാതി നൽകുന്നു. അങ്ങനെ അയാൾ വീണ്ടും റിമാൻഡിലാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഇടപെടൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കോച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ഒപ്പം KCA, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, നോട്ടീസും അയച്ചിട്ടുണ്ട്. ഇത്തരമൊരു സംഭവം ഉണ്ടാകാനുള്ള സാഹചര്യം KCA വിശദീകരിക്കണമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നുള്ള തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊന്നും ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടില്ല. ദൃശ്യമാധ്യമ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് കൂടുതൽ പ്രാധാന്യത്തോടെ ഈ വിഷയം സംസ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ ഒരു പെൺകുട്ടി പരാതി നൽകിയിരുന്നു. പിന്നീട് കൂടുതൽ കുട്ടികൾ പരാതിയുമായി ഈ കോച്ചിനെതിരെ രംഗത്ത് വന്നു. അയാൾ ഇപ്പോൾ പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇതിൽ KCA നൽകുന്ന മറുപടിയൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.